Okay, point number 1. Hope it is clear. ബോർവെല്ലിൽ നമ്മൾ BOD ചെക്ക് ചെയ്യും. ഇല്ല ബോർവെല്ലിൽ നമ്മൾ BOD ചെക്ക് ചെയ്യും, ക്വാളിറ്റി കൊള്ളാമെന്നുള്ളത്. നോർമലി യൂട്രോപ്പിഫിക്കേഷൻ റേറ്റ് വളരെ കുറവാണ്, കാരണം ഗ്രൗണ്ട് വാട്ടറിൽ വരുന്നത് കണ്ടാമിനേഷൻ വളരെ കുറവായിരിക്കും. ഇത് ഏരിയയിലായിട്ട് വരുന്ന വെള്ളത്തിൽ മാത്രമേ ഇത് വരത്തുള്ളൂ. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മാത്രമേ ഇത് വരാൻ ചാൻസ് ഉള്ളൂ. ഇപ്പം ബക്കറ്റ് എംറ്റി ആണെങ്കിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. നമ്മൾ വീട്ടിലെന്താ ചെയ്യുന്നത്, എപ്പോഴും ബക്കറ്റിനകത്ത് എന്ത് ചെയ്യും, വെള്ളം പിടിച്ചു വെക്കുകയാണ്. വെള്ളം പിടിച്ചു വെക്കുമ്പോൾ എന്തുണ്ടാകും, ഈ ആൽഗയുടെ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മൾ കുളിക്കുമ്പോഴൊക്കെ സോപ്പ് വെള്ളം തെറിക്കുമ്പോഴോ അവിടെ എന്ത് കാണും, NNP കാണും. സോ ആൽഗ വിൽ ബി there. It start peeling off the mucilage. പോസിബിലിറ്റി കുറവാണ്, ലെസ്സാണ്. ഇനി അവിടെയും നിങ്ങൾ വാഷിംഗ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിറ്റർജൻസ് അവിടെ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ ചാൻസ് ആർ there. If not, possibility will be very very less. Okay, അപ്പോൾ അതാണ് point number 1, eutrophication. ഡിറ്റർജന്റ് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഫെർട്ടിലൈസേഴ്സ്. ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാകുന്നത് NPK ആണ്. NPK എന്ത് ചെയ്യും, ലീച്ച് തങ്ങ് പോകും. നമ്മൾ വളം പിടിക്കുകയല്ലേ, മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും, വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ചെടി അബ്സോർബ് ചെയ്യും, ബാക്കി മുഴുവൻ എന്താ പോകുന്നത്, ലീച്ച് ചെയ്ത് പോയാൽ. അപ്പോൾ ലീച്ചിങ് ഫെർട്ടിലൈസർ ആവാം, അല്ലെങ്കിൽ ഡിറ്റർജൻസ് ആവും. ഡൊമസ്റ്റിക് വേസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് രണ്ടുള്ള പോസിബിലിറ്റി, വേറെ ഒന്നുമില്ല. ഇനി അതേപോലെ തന്നെ ഇതിനകത്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഇങ്ങനൊരു വാക്കൂടെ നമ്മൾ ഒന്ന് ഓർത്തിരുന്നാൽ കൊള്ളാം. COD എന്ന് പറയുന്ന വാക്ക്, BOD ഞാൻ പറഞ്ഞു. അപ്പോൾ വാട്ട് വിൽ ബി ദ വേർഡ് COD റെഫറിങ്? കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയും. കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയും. So again, actually the correct word to measure the level of oxygen will be COD, which means the amount of oxygen required to oxidize all the organic pollutants. BOD-ക്കകത്ത് നമ്മൾ ഏത് മാത്രമേ എടുക്കത്തുള്ളൂ, NMP മാത്രമേ എടുക്കത്തുള്ളൂ. If you are taking accounting all the organic pollutant by using the oxygen oxidation power, then we use the word chemical oxygen demand. അപ്പോൾ യൂട്രോപ്പിഫിക്കേഷന് ഒരിക്കലും എന്ത് വേണ്ട, COD വേണ്ട. We normally employ only BOD. COD means amount of oxygen required to oxidize all the organic pollutant in the water body is called by the term COD. അപ്പോൾ അതും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും മതി. ആദ്യത്തെ വേർഡ്, വാട്ട് ഈസ് യൂട്രോപ്പിഫിക്കേഷൻ, വാട്ട് വിൽ ബി ദ ഇമ്പാക്ട്സ് എക്സെട്ര. 2, പിന്നെ വരുന്ന ഏറ്റവും ഇഷ്യൂ മേക്കർ എന്ന് പറയുന്നത് ഹെവി മെറ്റൽസ് ആണ്. HEAVY metals. But it's actually a missing term currently, in the sense that currently we are using the word metals only, not the word called heavy metal, which literally means density metals are called heavy metals. Those metals are denser are commonly called heavy metals. Okay, I will write the list of the metals commonly we have. For example, calcium heavy metal ആണ്, iron heavy metal ആണ്, zinc heavy metal ആണ്, manganese heavy metal ആണ്, magnesium heavy metal ആണ്. ഇതെല്ലാം ഹെവി മെറ്റൽ. കാൽഷ്യം പറയാം, അയൺ പറയാം, സിങ്ക് പറയാം, മാംഗനീസ് പറയാം, മെഗ്നീഷ്യം പറയാം. Again, the example, copper is a heavy metal. Okay, again I will put another category. Mercury is a heavy metal. Cadmium is a heavy metal. Arsenic is a heavy metal. Fluoride is a heavy metal. Lead is a heavy metal. Chromium is a heavy metal. And current generation compound beryllium is a heavy metal. Barium is a heavy metal. New generation heavy metal എന്ന് പറയുന്നത് രണ്ടുമാണ്, beryllium and barium. So I wrote 2 list of metals. One is ranging from calcium to copper. Aluminium heavy metal ആണ്, നമ്മൾ ഇന്നലെ പറഞ്ഞ അലുമിനിയം ഹെവി മെറ്റൽ ആണ്.
We got a long list of metals right from calcium to copper, aluminium, etc. Similarly, we got a list of elements called mercury, cadmium, arsenic, fluoride, lead, chromium, beryllium, barium, heavy metal. So that's what I put the word heavy metals. But across the world, the impact caused by the first category is normally not negatively recorded. You just go through the data bank of Kerala or anywhere in India. The last year, children are supplied with zinc tablets. The last year, school children are given with zinc tablets because there is a deficiency of zinc in their body. Then again, regarding iron, many people are taking iron tablets. Calcium, especially pregnant women used to take calcium. Age-old people used to take calcium tablets. Again, see the element manganese, again we are used to take. Copper, some people are taking copper. And again, I put the word, all these metals are generally playing a role in maintaining growth, metabolism and development. Because iron, as you know that, it's a part of your hemoglobin. You take the element calcium, part of your bone. Zinc, regulating many growth hormones. My point is very simple. All the above metals are directly or indirectly maintaining growth, development and metabolism. So commonly we brand them by the word called essential minerals. Its deficiency can lead to negative impacts. So the point is very simple. Above set minerals are playing a role in growth, development and metabolism. So vital to the human body, like your vitamins. So we place them by a word called essential minerals. So that's why we intake zinc tablet, iron tablet, calcium tablet, etc., etc., etc. Okay. Meanwhile, if you go from mercury to barium, they are toxic. We will see one by one in detail. Mercury. The tragedy of mercury recorded in 1950s in Japan in the Minamata Bay, and they called the disorder by the term called Minamata tragedy or Minamata disease. The first breakthrough. See the word, in 50s in Minamata Bay, people died by eating fish containing mercury in the form called dimethyl mercury. Okay, 50s Japan Minamata Bay people died by eating fish containing dimethyl mercury, an effluent discharged by the industries. Okay, an effluent released by the industries known by the term dimethyl mercury. Okay, see the tragedy again. So the people died by eating fish not a single day. They are eating fish which contain mercury for the last several months or years. When the quantity attaining to the mark of LD mark, what we commonly called lethal dosage, leading to the fatality. Okay, another issue. When they are start eating fish containing mercury for the last several years or month, when the quantity attaining the mark of lethal dosage, that leads to the fatality called death. So what we commonly called Minamata disease or Minamata tragedy. Okay, then again never they give in the option the word called Minamata, because it's a very very common term known to everybody. Okay, then points here are once you are intaking mercury in your body, the first syndrome will be you became anemic. നമ്മൾ പെയിലിംഗ് വെള്ളറിപ്പോയി എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ആദ്യം ഉണ്ടാകുന്ന അനീമിക് ആണ്. Subsequently you are developing pink blotches in the palm, what we commonly call pink disease, PINK. Subsequently the neurons damaged, leading to death. What is the way of the disease? Initially anemic,
followed by pink disease, subsequently neuron damage, ends into the tragedy called death, non-recoverable. So you cannot recover back. So that's why mercury seems to be highly toxic. Okay, you take the example. Generally mercury is used for making thermometers. Currently the doctors are not using mercury containing thermometers, completely banned as per a convention called Minamata Protocol or Minamata Convention, signed by almost all the developed country, banned the usage of mercury for any reason, what we commonly call Minamata Convention or protocol. So banning the usage of mercury for any purposes. Okay, so that's why now we are using the thermometer without any mercury contents. Okay, again the point here is that whether you recorded any mercury tragedy from India the last year or any time in India, anywhere in India we got any tragedy caused by mercury. So 2019, yes, one of the hill stations from southern part of India, Kodaikanal, where the vegetables like carrot, beetroot, cauliflower, cabbage containing relatively high amount of mercury. See the word in Kodaikanal last year, the vegetables carrot, cauliflower, cabbage containing the element called mercury. What is the source of mercury in Kodaikanal all on a sudden? Before that we never recorded, no report we have. And see the point here. So I said that the tragedy was outbroken in Japan in 1950s, 50s. So in Asian part of the world, the first thermometer making company was started at Kodaikanal by a US firm in 1940s. Okay, the first thermometer making company started at Kodaikanal in 1940s. So within 10 years, the Minamata was outbroken. The local people made a strike. As per the Chennai High Court, the industry was shut down. Bambadilaka industry till this day it is not opened. Okay, the large mercury was stored inside the containers. So container. So the container is slowly corroding. Last month in November, December, there is a heavy rainfall in Kodaikanal. What happened is that the mercury in the container start leaching into the soil or into the water body. From there, it is intaken by plants. Okay, but this is another issue we have rising by the issue called mercury leaching into the water body from the closed shutdown industry of Kodaikanal, so that the vegetables containing the element called mercury. But nowhere in Kodaikanal we recorded the Minamata because probably it is not attaining the mark of LD mark. Lethal dosage level same tragedy may be recorded from Kodaikanal. കാരണം കൊടൈക്കനാൽ സംഭവിച്ചുള്ള അറിയില്ല ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലായിട്ടുള്ളത് വരും എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും സ്ഥലം വിടും ഒരിക്കലും എന്ത് എത്തത്തില്ല never they attaining the mark of lethal dosage. But that's one of the very important point. Kodaikanal recorded the same issue, contamination of water body by mercury. Point number 1. Second tragedy is again recorded from Japan. What it is commonly called with the term Itai. So in the Japanese language they call the disease Itai. Itai. And also it is called by another word very similar to that first word, ouch. OUCH. So Japan language terminology, ouch or Itai, universally accepted. Then Western people putting a word called osteomalacia. So they call the disorder by the term osteomalacia. If I put in a very common manner, bone cancer. Okay, so the cadmium leads to bone cancer,
what technically called with the term itai, ouch, osteomalacia. Okay, and see what we are using cadmium. Generally cadmium is used by all the electronic equipments for electroplating. നമ്മൾ മൊബൈൽ ഫോൺ അടക്കം ഇലക്ട്രോപ്ലേറ്റിംഗ് ചിപ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് through the event called cadmium electroplating. So my point is, it is a common e-metal available in the e-waste. It is one of the e-waste we have, because all the equipments are containing electroplating using the compound namely cadmium. Okay, നമ്മൾ ഇവിടെ എന്താണെന്ന് കൂടെ നോക്കാം. So whenever you are intaking cadmium into your body, generally we write the cadmium like CD2+. cadmium നമ്മൾ എഴുതുന്നത് CD2+ ആണ് എഴുതുന്നത് അല്ലേ? കെമിസ്ട്രി നമുക്ക് അറിയേണ്ട എന്നാൽ ഒരു പോയിന്റ് ഇവിടെ അറിയണം, cadmium 2+ ആണ്. So once you are intaking cadmium into your body, it replaces the element called calcium 2+. കാരണം രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കും. cadmium resembling almost like the calcium. So what we write the calcium? Ca2+. So cadmium exchanging with the calcium. So gradually the level of calcium in your body decreases. Calcium എവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത്? ബോണിലാണ്. So the calcium in the bone will be exchanged with the cadmium. The bone became fragile, thinner. Okay, the bone became fragile or thinner. Subsequently there will be formation of poration. ചെറിയ മൈക്രോപോർ ഉണ്ടാവും because of the loss of calcium, leaching of calcium. This will be heavily infected, leading to bleeding. There ends the phenomena called itai. But see the word there, calcium leaching from the bone. Bone became fragile. Subsequently microporation develops, small pores followed by infection, ends into the phenomena called itai. But because the tragedy occurred in Japan. Again see the word, currently universally it is recording that cadmium also leads to lung cancer. ഇപ്പം പുതിയൊരു റെക്കോർഡ് കൂടെ പറയുന്നത് cadmium also ends in the phenomena called lung cancer. അപ്പോൾ അടുത്തൊരു ട്രാജഡിയും കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. അപ്പോൾ നോട്ട് ഓൺലി ദ ബോൺ ക്യാൻസർ, ഇറ്റ് മേ ഓൾസോ ലീഡ് ടു lung cancer. It also leads to lung cancer, another issue you have. Then third point is that you can see the point here. So once you are intaking cadmium, the initial syndrome will be dysentery, വയറിളക്കമായിരിക്കും. നമ്മൾ ആദ്യം അനീമിക് എന്ന് പറയുന്ന പോലെ കാഡ്മിയം കണ്ടെയ്നിങ് ഫുഡ് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യം വയറിളകിപ്പോൾ ഡിസെൻട്രി ആയിരിക്കും വരുന്നത്. സബ്സിക്വൻ്റ്ലി there's a disorder is recorded called with the term proteinuria. ഇങ്ങനെ ഒരു വാക്ക് ഇപ്പോൾ വളരെ കോമൺ ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ് proteinuria എന്ന് പറയുമ്പോൾ excessive leakage of protein through urea. What are the protein in your body leak through the urea or urine, what we commonly called proteinuria. So there will be deficiency of protein. So all these are accountable in the category called cadmium. Okay, ഇനി ഒരു 25 കൊല്ലം പുറകിലോട്ട് പിടിക്കാമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5-star ചോക്ലേറ്റ്സ് ലാൻഡ് ചെയ്തപ്പോൾ it containing nano picogram of cadmium. ആലോചിച്ച് നോക്കുക, 10-25 കൊല്ലം മുമ്പ് ഇഫ് യു ഗോ ബാക്ക് ടു ദ ഹിസ്റ്ററി ഓഫ് കാഡ്മിയം, കാരണം കാഡ്മിയത്തിന് എപ്പോഴും വിളിക്കപ്പെടുന്ന പേര് ലവിംഗ് മോളിക്യൂൾ എന്നാണ് വിളിക്കുന്നത്. You become addicted to cadmium once you eat anything containing cadmium. So they use the technique in adding in the chocolate, namely cadmium chocolates. Cadmium chocolate illa avada parayunnathu 5-star chocolates are. Unlike to say that itai is what broken the same period. Chocolates ഇറങ്ങിയ അതേ കാലഘട്ടത്തിലാണ് എന്ത് ബ്രേക്ക് ചെയ്തത്? ഇറ്റായി ഔട്ട് ബ്രേക്ക് ചെയ്തത്. The company wholly withdrawn the chocolates എന്ന് പറയുന്നു, നമുക്കറിയത്തില്ല. മനസ്സിലായോ? നമുക്ക് അതിശയിക്കാൻ ഒന്നുമില്ല. മാഗിനകത്ത് എന്തുണ്ടായിരുന്നു? 2 കൊല്ലം മുമ്പ് മാഗി കണ്ടെയ്നിങ് ലെഡ്. നമ്മൾ ആരെങ്കിലും റിയാക്ട് ചെയ്തോ? വാങ്ങിച്ചു കഴിച്ചു നന്നായിട്ട്. അപ്പം അതാണ്. അപ്പോൾ ആലോചിക്കേണ്ട പോയിന്റ് ഇതാണ്. മാഗി നമ്മൾ അഡിക്റ്റാണ് മാഗിക്ക് ഇല്ലേ?
മാഗിക്ക് അഡിക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ കാര്യം? ലെഡ് ഉള്ളതുകൊണ്ട് അഡിക്റ്റ് ആവുന്നത്. എല്ലാ ഹെവി മെറ്റൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. വൺസ് യു ആർ ഈറ്റിംഗ് എനിത്തിങ് വിച്ച് കണ്ടെയ്നിങ് ഹെവി മെറ്റൽ യു ബിക്കെയിം അഡിക്റ്റ് ടു ദാറ്റ്. മാഗി ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ കുട്ടികളുടെ മുഖം നോക്കിക്കൊള്ളണം, എന്തായിരിക്കും റിയാക്ഷൻ? മിക്കവാറും വൈകിട്ട് മാഗി ഇല്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? പ്ലേറ്റ് വലിച്ചവർ എറിയും. കാരണം എന്താണ്? ദേ ആർ അഡിക്റ്റ് ടു മാഗിയാണ്. അഡിക്റ്റ് ഉണ്ടാവും കാരണം എന്താണ്? ലെഡാണ്. അതുപോലെ തന്നെ ഇവിടെ കാഡ്മിയം. അപ്പോൾ ആ ടെക്നിക്കാണ്, പക്ഷേ യൂസ് ചെയ്ത് വളരെ നാനോ ക്വാണ്ടിറ്റിയാണ്, നാനോഗ്രാം പിക്കോഗ്രാം ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നാനോഗ്രാം പിക്കോഗ്രാം ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, പക്ഷെ ലോങ് റണ്ണിൽ ഞാൻ പറഞ്ഞ മാർക്കെത്തും, lethal dosage. Okay, that's again a tragedy caused by the element called cadmium. Number 2.